ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 6ാമത്തെ പാർട്ടാണ്. ഓരോ പാർട്ടും ഓർഡറായി തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകാൻ സാധ്യതയില്ല. 1, 2, 3, 4, 5, 6 ആ ക്രമം അനുസരിച്ച് തന്നെ എല്ലാം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മൾ 6ാമത്തെ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിർത്തിയത് മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസാണ്. അതായത് മെൻഡൽസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, അതായത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ഇൻവോൾവിങ് 2 plants ഡിഫറിങ് ഇൻ 1 ക്യാരക്ടർ പെയർ. നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ് മെൻഡൽ എക്സാമ്പിളായിട്ട് എടുത്തത്. അപ്പോൾ ഹൈറ്റ് പൊക്കം കൂടിയ പ്ലാന്റും പൊക്കം കുറഞ്ഞ പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ജനറേഷനിലെ എല്ലാ പ്ലാന്റും പൊക്കവും കൂടിയതായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ക്രോസ് പോളിനേഷനായിരുന്നു. രണ്ടാമത് F1 ജനറേഷൻ വീണ്ടും സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോഴത്തേക്കും F2 ജനറേഷനിൽ അതിൽ 75% ടോളും ബാക്കി 25% എങ്ങനെയായിരുന്നു, ഡോർഫുമായിരുന്നു. 3:1 റേഷ്യോയിലാണ് കിട്ടിയത്. അപ്പോൾ അതിനെ കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ മോണോ ഹൈബ്രിഡ് ക്രോസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് നമ്മൾ ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പേരൻസ് ഒരാൾ ടോൾ പ്ലാന്റാണ്, അത് ഹോമോസൈഗസ് ഡോമിനൻ്റ് ടാളാണ്, ട്രൂ ബ്രീഡിംഗ് പ്ലാന്റാണ്. അതൊക്കെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ജീനോടൈപ്പ് നിങ്ങൾക്കറിയാം, ക്യാപിറ്റൽ ടി ആണ്. ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. അപ്പം പൊക്കം കുറഞ്ഞ ചെടിയാണെങ്കിലോ ഹോമോസൈഗസ് റിസസീവ് ഡോർഫാണ്. റിസസീവ് എന്ന് പറയുമ്പോഴത്തേക്കും സ്മാൾ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്, സ്മാൾ ടി. അപ്പോൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് ക്യാപിറ്റൽ ടി പൊക്കം കൂടിയ ചെടിയാണ്. ഹോമോസൈഗസ് റിസസീവ് ഡോർഫ് ആയിട്ടുള്ള ചെടി പൊക്കം കുറവുമാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ്. അത് ഫീനോടൈപ്പാണ്. ഫീനോടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും വിസിബിൾ എക്സ്പ്രഷനാണ്. അപ്പോൾ പൊക്കം കൂടുതലും പൊക്കം കുറവും നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ജീനോടൈപ്പ് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസമാണ്. അപ്പോൾ അതിനകത്ത് സെല്ലിനകത്ത് അടങ്ങിയിരിക്കുന്ന ജീനിൻ്റെ ക്രമീകരണമാണ്. അപ്പോൾ അതാണ് ഫീനോടൈപ്പും ജീനോടൈപ്പും എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 പ്ലാന്റിൽ നിന്നും അടുത്ത തലമുറ F1 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഗ്യാമേറ്റ്സ് വേണം. അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ള എക്സ്പെരിമെൻ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഹോമോസൈഗസ് ഡോമിനൻ്റ് ടോൾ പ്ലാന്റിൽ നിന്നുള്ള ഗ്യാമേറ്റാണ് ക്യാപിറ്റൽ ടി. അപ്പോൾ ഒരു ടിയെ നമ്മൾ എഴുതത്തുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സ്പെർമാറ്റോജനസിസ്, സൂജനസിസ് ഒക്കെ പഠിച്ചപ്പോഴത്തേക്കും. അപ്പോൾ ഒരു ടി മാത്രമേ ഗ്യാമേറ്റിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഡോർഫ് പ്ലാന്റിൽ നിന്ന് സ്മാൾ ടി ഒരു ഗ്യാമേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ ടിയും സ്മാൾ ടിയും കൂടെ ചേർന്നിട്ട് F1 ഫസ്റ്റ് ഫിലിയൽ ജനറേഷനിൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി ആണ് അതിൻ്റെ ജീനോടൈപ്പ്. അപ്പോൾ അത് ഹെറ്ററോസൈഗസ് ടോൾ ആണ്. പക്ഷേ F1 ജനറേഷനിലെ ഫീനോടൈപ്പ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും എന്തായിരുന്നു, പൊക്കം കൂടുതലുള്ള ചെടിയായിരുന്നു. പക്ഷേ ജീനോടൈപ്പ് എങ്ങനെയാണ്, ക്യാപിറ്റൽ ടി സ്മാൾ ടി ആണ്. പക്ഷേ പൊക്കക്കുറവിൻ്റെ സ്വഭാവമാണ് സ്മാൾ ടി. പക്ഷേ പൊക്ക കൂടുതൽ സ്വഭാവമാണ് പ്രകടിപ്പിച്ചത്. അതാണ് ക്യാപിറ്റൽ ടി. ആ ക്യാരക്ടർ മാത്രമാണ് F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്തത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തത് ആ F1 ജനറേഷൻ എല്ലാവരും പൊക്കം കൂടുതലുള്ളതായിരുന്നെന്നാണ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനെ സെൽഫ് പോളിനേഷന് വിധേയമാക്കുകയായിരുന്നു.
അതായത് ക്യാപിറ്റൽ ടി സ്മാൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മാൾ ടി. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു, അങ്ങനെ ക്രോസ് ചെയ്ത് കിട്ടിയപ്പോഴത്തേക്കും അയാളുടെ 75% ടോളും 25% ഡോർഫുമായിരുന്നു എന്ന് പഠിച്ചു. അപ്പോൾ അതിലെ ഗ്യാമേറ്റ് എന്ന് നോക്കിക്കുക, നമ്മൾ സെൽഫിങ് നോക്കുമ്പോഴത്തേക്കും ഗ്യാമേറ്റ്സ് ക്യാപിറ്റൽ ടി ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. അപ്പോൾ അതിൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി. ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും വേണം. അതാണ് നമ്മൾ 2 സെക്ഷനായിട്ട് എഴുതിയിരിക്കുന്നത് ഗ്യാമേറ്റ്. അത് കഴിഞ്ഞിട്ട് ആ ഗ്യാമേറ്റിനെ ഒരു പ്രത്യേക ബോക്സ് വരച്ചൊക്കെ ക്രമീകരിച്ചിരിക്കുകയാണ്. F2 സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോക്സ് വരച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ബോക്സ് സ്ക്വയർ വരച്ചിരിക്കുന്നത് പുന്നറ്റ് സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. റെജിനോൾഡ് സി പുന്നറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ പുന്നറ്റ് സ്ക്വയർ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മുകളിൽ ഒരു സൈഡിൽ വരച്ചെഴുതിയിരിക്കുന്ന മെയിൽ ഗ്യാമേറ്റും ഒരു സൈഡിന് ഫീമെയിൽ ഗ്യാമേറ്റിനുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നോക്കിക്കുക, ഗ്യാമേറ്റുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി മുകളിൽ നിന്നുള്ള ക്യാപിറ്റൽ ടിയും സൈഡിൽ നിന്നുള്ള ക്യാപിറ്റൽ ടിയെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ടി ഒരു ടാളാവുന്നു. പിന്നെ ഒരു സൈഡിലുള്ള ക്യാപിറ്റൽ ടി മുകളിലുള്ള സ്മാൾ ടിയുമായിട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ടി സ്മാൾ ടി അതും ടോളാണ്. ഇനി താഴെയുള്ള സ്മാൾ ടി മുകളിലുള്ള ക്യാപിറ്റൽ ടിയുമായിട്ട് ക്രോസ് ചെയ്ത് ക്യാപിറ്റൽ ടി സ്മാൾ ടി അതും ടോളാണ്. പിന്നെ 2 സ്മാൾ ടിയുമായിട്ട് ക്രോസ് ചെയ്യുന്നു, സ്മാൾ ടി, അങ്ങനെ ഡോർഫ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന പ്ലാന്റിനെയും കാണാം, ജീനോടൈപ്പ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ക്യാപിറ്റൽ ടി ഒരു പ്ലാന്റ് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. മറ്റേ 2 പ്ലാന്റ് ക്യാപിറ്റൽ ടി സ്മാൾ ടി വീതമുള്ള 2 പ്ലാന്റുകൾ അവരും ടോളാണ്, പൊക്ക കൂടുതലാണ്, പക്ഷേ ജീനോടൈപ്പിന് വ്യത്യാസമുണ്ട്. മറ്റൊരു പ്ലാന്റ് സ്മാൾ ടി ആണ്, അതാണ് ഡോർഫ്. അതാണ് നമുക്ക് 3:1 റേഷ്യോയിൽ കിട്ടിയത്. അതായത് ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് 3 പേര് പൊക്ക കൂടുതൽ, ഒരാൾ പൊക്ക കുറവുമാണ്. അതാണ് ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും 3:1 റേഷ്യോ ആയിട്ട് വരും. ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ക്യാപിറ്റൽ ടി ഒരെണ്ണമേ ഉള്ളൂ. അപ്പോഴത് 1, ക്യാപിറ്റൽ ടി സ്മാൾ ടി 2 എണ്ണമുണ്ട്. അപ്പോൾ 2 ക്യാപിറ്റൽ ടി സ്മാൾ ടി, ഒരെണ്ണം സ്മാൾ ടി. അപ്പോൾ 1:2:1 അത് ജീനോടൈപ്പിക് റേഷ്യോയുമാണ്. അപ്പോൾ F2 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ സ്ക്വയർ നോക്കി ചാർട്ട് നോക്കി ഒന്നുകൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പുന്നറ്റ് സ്ക്വയർ. അപ്പോൾ ക്യാപിറ്റൽ ടി ടോൾ, ക്യാപിറ്റൽ ടി സ്മാൾ ടിയും ടോളാണ്, ക്യാപിറ്റൽ ടി സ്മാൾ ടി ടോളാണ്, സ്മാൾ ടി ഡോർഫുമാണ്. അതാണ് മോണോ ഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും ടോൾ 3 ആണ്, പൊക്ക കൂടുതൽ 3 പേര്, ഡോർഫ് 1. അതാണ് 3:1 റേഷ്യോ. പക്ഷേ മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ വരുമ്പോഴത്തേക്കും ഹോമോസൈഗസ് ടോൾ ക്യാപിറ്റൽ ടി ഒരാളേ ഉള്ളൂ. ഹെട്രോസൈഗസ് ടോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി 2 പേരുണ്ട്. ഹോമോസൈഗസ് ഡോർഫ് സ്മാൾ ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളേ ഉള്ളൂ. അപ്പോൾ ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും 1:2:1 ആണ്. ഫീനോടൈപ്പിക് റേഷ്യോ 3:1 റേഷ്യോയുമാണ്. നമുക്ക് അവസാനമായി മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ മോണോ ഹൈബ്രിഡ് ക്രോസ് ഹോമോസൈഗസ് ടോൾ, അതായത് ക്യാപിറ്റൽ ടി ക്രോസ് വിത്ത് ഹോമോസൈഗസ് ഡോർഫ്, അതായത് സ്മാൾ ടി നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടാകുന്നത് കാണാൻ കഴിയും, ക്യാപിറ്റൽ ടിയും സ്മാൾ ടിയും ഒക്കെ. അപ്പോൾ ഇൻ F1 ജനറേഷൻ ഓൾ ദി പ്ലാന്റ്സ് വെയർ ഹെട്രോസൈഗസ് ടോൾ, ക്യാപിറ്റൽ ടി സ്മാൾ ടി. അപ്പോൾ എല്ലാവരും നോക്കിയാൽ പൊക്കം കൂടുതലായിരുന്നു, പക്ഷേ അതിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ ടി സ്മാൾ ടി ആയിരുന്നു. അപ്പോഴത് ഹെട്രോസൈഗസ് ടോളായിരുന്നു F1 ജനറേഷനിലെ എല്ലാവരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തുമായിരുന്നു ചെയ്തത് മെൻഡൽ? ദി F1 പ്ലാന്റ്സ് ആർ ദെൻ സെൽഫ് പോളിനേറ്റഡ്, അല്ലേ? സെൽഫ് പോളിനേഷന് വിധേയമാക്കി. സെൽഫ് പോളിനേഷൻ പ്രൊഡ്യൂസേഴ്സ് ഗ്യാമേറ്റ്സ് ഓഫ് ദി ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മാൾ ടി ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ.
അപ്പോൾ 2 ടൈപ്പ് ഗ്യാമേറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്, ക്യാപിറ്റൽ ടിയും സ്മാൾ ടിയും ഈക്വൽ പ്രൊപ്പോർഷനിലായിരുന്നു. ദെൻ ദ റിസൾട്ടൻ്റ് സൈഗോട്ട് ഹാവ് ദ ജീനോടൈപ്സ്. നമ്മൾ പുന്നറ്റ് സ്ക്വയർ പഠിച്ചതാണ്, അതിൽ നിന്ന് എങ്ങനെ അടുത്ത തലമുറ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്തു, പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്തു? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മാൾ ടി, സ്മാൾ ടി, സ്മാൾ ടി, ഇങ്ങനെ ടൈപ്പിലുള്ള സൈഗോട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ 25% എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി ആയിരുന്നു. അതായിരുന്നു ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. ടോൾ ആയിരുന്നു. പിന്നെ ഒരു 50% എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ ടി, സ്മാൾ ടി ആയിരുന്നു. അപ്പോൾ അവരും എങ്ങനെ തന്നെയായിരുന്നു? പൊക്ക കൂടുതലായിരുന്നു, കാഴ്ചയിൽ പൊക്ക കൂടുതലായിരുന്നു. 2 പേര് ക്യാപിറ്റൽ ടി, സ്മാൾ ടി, അങ്ങനെ 50%. ബാക്കി ഒരു 25% എങ്ങനെയാണ്? സ്മാൾ ടി, സ്മാൾ ടി. അതായിരുന്നു ഡോർഫായിട്ട് നമ്മൾ കാണപ്പെട്ടത് രണ്ടാമത്തെ 2 ജനറേഷനിൽ. സ്മാൾ ടി, സ്മാൾ ടി. അപ്പോൾ ദിസ് ഗീവ്സ് ദ ജീനോറ്റിപ്പിക് റേഷ്യോ. അങ്ങനെ ജീനോറ്റിപ്പിക് റേഷ്യോ നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയത്? 1 ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, 2 ക്യാപിറ്റൽ ടി, സ്മാൾ ടി, 1 സ്മാൾ ടി, സ്മാൾ ടി. അതാണ് റേഷ്യോ നമുക്ക് കിട്ടിയത്, 1:2:1. പക്ഷേ ഫീനോറ്റിപ്പിക് റേഷ്യോ എങ്ങനെയാണ്? നമ്മൾ പ്ലാന്റ്സിനെ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കാണുന്നത്? 3 പേര് പൊക്ക കൂടുതലും ഒരാൾ പൊക്ക കുറവായിട്ടാണ് കാണപ്പെടുന്നത്. വിസിബിൾ എക്സ്പ്രഷൻ അതാണ് 3 ടോൾ 1 ഡോർഫ് 3:1. ഇപ്പോൾ മെൻ്റലിന് മനസ്സിലായി, ഇപ്പോൾ ഒന്നാമത്തെ തലമുറയിൽ പേരൻസ് ഒരാൾ പൊക്ക കൂടുതലും ഒരാൾ പൊക്ക കുറവുമായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഉണ്ടായ ജനറേഷൻ കുട്ടികൾ ഒരാൾ പിതാവും മാതാവുമാണ് നമ്മൾ സങ്കല്പിച്ചാൽ ആദ്യത്തെ ആ പീ പ്ലാന്റ്. അപ്പോൾ അവർക്കുണ്ടായ കുട്ടികളെല്ലാവരും എങ്ങനെയായിരുന്നു? പൊക്ക കൂടുതലായിരുന്നു. അപ്പോൾ പൊക്കം കുറഞ്ഞ മാതാവിൻ്റെ സ്വഭാവം ആ കുഞ്ഞുങ്ങൾക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ആ രണ്ടാമത്തെ ഈ പൊക്ക കൂടുതലുള്ള സന്തതിയിൽ നിന്നും സെൽഫ് പോളിനേഷനിൽ കൂടെ F2 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും അതിൽ പൊക്ക കുറവ് എന്ന് പറയുന്ന സ്വഭാവം കിട്ടി. അപ്പോൾ ആദ്യത്തെ പേരൻറ്റിൻ്റെ പൊക്ക കുറവുള്ള മാതാവിൻ്റെ സ്വഭാവം ആദ്യത്തെ തലമുറയിൽ കിട്ടിയില്ല. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത തലമുറയിലാണ് ആ പൊക്കക്കുറവിൻ്റെ സ്വഭാവം വന്നത്. അപ്പോൾ മെൻ്റൽ മനസ്സിലാക്കി എന്തോ ചില ഘടകം, ഫാക്ടേഴ്സ് ഈ തലമുറയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഫാക്ടർ ആണ് പിന്നീട് ജീൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. മെൻ്റലിന് പക്ഷേ ആ ഫാക്ടർ എന്താണെന്ന്, എവിടെ ഇരിക്കുകയാണെന്നോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ല. പിന്നീട് വന്ന സയൻറ്റിസ്റ്റാണ് അത് ജീനാണെന്നും ഒക്കെ കണ്ടെത്തിയത്. അപ്പോൾ മെൻ്റൽ പറഞ്ഞത് ഒരു ഫാക്ടർ ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് കടന്നു പോകുന്നു. അതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ. ക്യാരക്ടറിൻ്റെ ഇൻഹെറിറ്റൻസ് നടക്കുന്നു, പ്രേഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. നമുക്ക് അവസാനം പറയാം എന്താണ് മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞു. അതിൻ്റെ റേഷ്യോ 3:1 ആണ്. ജീനോറ്റിപിക് റേഷ്യോ 1:2:1 ഫീനോറ്റിപിക് റേഷ്യോ 3:1 റേഷ്യോയിലുമാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ പൊക്ക കൂടുതൽ പൊക്ക കുറവ് എന്ന് പറയുന്ന സ്വഭാവമാണ് മെൻ്റൽ ആദ്യം എടുത്തത്. എ ക്രോസ് ഇൻവോൾവിങ് 2 പ്ലാന്റ്സ് ഡിഫറിങ് ഇൻ 1 ക്യാരക്ടർ പെയർ. അപ്പോൾ മെൻ്റൽ ക്രോസ്ഡ് tall and dwarf pea plants to study the inheritance of 1 gene.